ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ചമ്മന്തി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്ക് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 10 കാശ്മീരി മുളക്, 10 എരിവുള്ള മുളകും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് കോരി മാറ്റാം. എണ്ണയൊക്കെ കളഞ്ഞ് എണ്ണയില്ലാതെ വേണം നമ്മൾ കോരി മാറ്റാൻ. നമുക്ക് ഇത്രയും കൊച്ചുള്ളി ഇച്ചിരി കൂടുതലിട്ടാൽ അത്രയും നല്ലതാണ്. ഇനി ഇത്രയും ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കഴുകി വെള്ളമൊക്കെ പോയ ഒരു കറിവേപ്പിലേക്ക് ഇത്രയും കറിവേപ്പില കഴിഞ്ഞിടാം. പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളി ഒത്തിരി ചുമക്കണ്ട, പച്ചമുളകൊന്ന് മാറിയാൽ മതിയേ. ഇനി വറുത്ത് വെച്ച് മുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ഇടാം. നമുക്കിത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഉള്ളി ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതും ഫ്ലെയിം ഓഫാക്കാം. ഒരുപാട് ഉള്ളി മൂക്കണ്ട. എണ്ണയൊക്കെ കളഞ്ഞ് കോരി മാറ്റാം. മുളക് നമുക്ക് ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തിട്ട് ഈ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇടാം. ഇട്ടിട്ട് അരച്ചെടുക്കാം. നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് 1 ടീസ്പൂണ് തൈരാണ്. നല്ല പുളിയുള്ള തൈര്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് വാളംപുളി വേണമെങ്കിൽ ചേർക്കാം. പണ്ടുള്ള അമ്മമാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മുളകൊക്കെ ഒന്ന് വറുത്തിട്ട് എന്താ ചെയ്യാമെന്നാണ്, വാളംപുളിയും കൂടെ വെച്ചിട്ട് അതിന് അടച്ചുവാറെന്ന് പറഞ്ഞിട്ടൊരു പാത്രമുണ്ട്. ആ പാത്രത്തിലോട്ട് വെച്ച് തവി കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരടി എടുക്കുക. എന്താ അതിൻ്റെ ഒരു സാധനം! അങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഒത്തിരി ആൾക്കാർ അങ്ങനെ കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാനും കൂടി ഇങ്ങനെ ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കി കാണിച്ചു എന്നേ. നമുക്കിതുപോലെ ഇച്ചിരി ചോറെടുത്തിട്ട് ചോറിനകത്തോട്ട് ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കണം, എന്താ ടേസ്റ്റെന്നോ.